ഇന്ന് ഒരു സ്പെഷ്യൽ വണ്ടിയുടെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. നൺ അതർ ദാൻ ദി യമഹ RX 135. സോ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ വരുന്നതിൻ്റെ മുന്നേ ഇൻ മൈ 29 years ഓഫ് എക്സിസ്റ്റൻസ് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കൗതുകമുള്ളൊരു വണ്ടിയാണ്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ലൈക്ക് പല ആൾക്കാരും ഫ്രം ഓൾഡ് ഏജ് ടു ദി യങ്സ്റ്റേഴ്സ്, ഈവൻ മില്ലേനിയൽസ് ആണെങ്കിലും ഈ വണ്ടിനോടൊരു പ്രത്യേക തരം ഫോളോയിങ്, ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. So I used to wonder like what is making it special, but I have seen a lot of videos, പക്ഷേ I always wanted to ride it. അപ്പോൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ that is my friend and my gym trainer Mr. Bharat. പുള്ളിക്ക് ഈ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് DD ഹിൽസിലേക്ക് ഒരു റൈഡിന് പോയപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിച്ചു. ആൻഡ് I was like blown away. ഇൻസ്റ്റൻറ്റ് ക്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇറ്റ് ഈസ് എ സ്റ്റെല്ലർ ബൈക്ക്, നത്തിങ് ടു സേ അബൌട്ട് ഇറ്റ്. ഒന്നും പറയാനില്ല. ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വൈ ഡസ് ദിസ് ബൈക്ക് ഹാസ് സച്ച് എ മാസീവ് ഫോളോയിങ്. ഇപ്പോൾ ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ വണ്ടി 1997 മുതൽ 2009 വരെയാണ് ഇന്ത്യയിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. ഐ ഡോണ്ട് നോ വിച്ച് മോഡൽ ഇസ് ദിസ്, ഐ ഹാവൻറ്റ് ആസ്ക്ഡ്. ബട്ട് അഗെയിൻ he is smiling because he has never seen me taking video. Okay, അപ്പോൾ ഇതേത് മോഡലാണെന്ന് എനിക്കറിയില്ല. ബട്ട് there were two models, like exactly ഇയർ എനിക്കറിയില്ല. ബട്ട് there were two models, one with 4-speed gear box, പിന്നെ അതർ വൺ വിത്ത് 5-speed. സോ ഇത് 4-speed gear box ആണ്. സോ ആസ് പെർ ദി സ്പെക്സ് ദാറ്റ് ഐ ഹാവ് റെഡ് ഓൺലൈൻ, ഇതൊരു 11 point something bhp പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ദ തിങ് ഈസ് വണ്ടി സൂപ്പർ ലൈറ്റാണ്. സോ ഇറ്റ് വിൽ ഗോ ലൈക്ക് എ റോക്കറ്റ്. സോ ലാസ്റ്റ് ടൈം ഞാൻ ഓടിച്ചപ്പോൾ ഐ കുഡ് ഡു 100 ഈസിലി, ലൈക്ക് നോ പ്രോബ്ലം വാട്ട്സ് എവർ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഹീ കെപ്റ്റ് ഇറ്റ് ദിസ് വേ ഫോർ എ റീസൺ. ബിക്കോസ് വെൻ എവർ ഹീ ഗോസ് ഔട്ട്, ലോട്ട് ഓഫ് പീപ്പിൾ, കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിക്കും വിൽക്കുന്നുണ്ടോ അതുണ്ടോ. സോ ഹീ ഗോട്ട് അനോയ്ഡ്. സോ ഹീ ഹാസ് അനദർ ബോഡി വർക്ക് which he uses on special occasions. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇടും. So this is also the same bike but different bodywork. പക്ഷേ this is the bike and ഇനി നമുക്ക് ഓടിക്കാം. So I'm not using a mic. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. But again let us see. So ഫസ്റ്റ് ഗിയറിലാണ്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ, ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടാവുന്നതാണ്. ആൻഡ് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഓക്കെ, CB 350 ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ ലൈക്ക് എന്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഓടിക്കുന്ന പോലെ. ലൈക്ക് എൻ്റെ കാലൊക്കെ നോക്കും, മുട്ടൊക്കെ നോക്കി ഇവിടെയാണ്. ആൻഡ് ഹീ ഈസ് മച്ച് ടോളർ ദാൻ ഐ ആം. മച്ച് കുറച്ചും കൂടെ ടോളറാണ് എന്നെക്കാട്ടിലും. പുള്ളിക്കാരൻ ഇതിലും പ്രശ്നമാണ്. ബട്ട് ഹീ എൻജോയ്സ് റൈഡിങ് ദിസ് ബൈക്ക്. ഇൻഫാക്ട് പുള്ളിക്കാരൻ ഈ വണ്ടിയിൽ ലഡാക്കൊക്കെ പോയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ ഇൻ ദിസ് ഫോട്ടോസ്. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഷെയർ ചെയ്യാം. മോർ ദാൻ എ ഗുഡ് ട്രെയിനർ, എൻ്റെ ജിം ട്രെയിനറും കൂടിയാണ്. ലൈക്ക് ഐ സെഡ്, ഹീ ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. സോ യു ക്യാൻ ചെക്ക് ഹിസ് ഫോട്ടോസ്. ബട്ട് മോർ ലൈക്ക് ദിസ് ബൈക്ക്, it's amazing. Wow. Like ഞാനിത് ശരിക്കും ആദ്യം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, ഈ ബൈക്ക് എങ്ങനെ ഇത്ര സ്പീഡിലൊക്കെ പോകുന്നതെന്ന് എനിക്ക് തോന്നി. ലൈക്ക് ഐ കുഡൻറ്റ് swallow the fact that this bike is so fast. ഇപ്പോൾ ഈ വഴി എനിക്കറിയില്ല, ഇതിൻ്റെ ഇടയിൽ ഹമ്പ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ കുഴി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ദാറ്റ് ഇസ് വൈ ഐ എം being a bit careful. But ഇത് ചെറിയ നല്ല സ്ട്രെച്ചാണ് തോന്നുന്നു. ലെറ്റ് us see. തേർഡ് ഗിയറിൽ ഓൾമോസ്റ്റ് 60 വരെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഒരുമാതിരി ഭ്രാന്തനെ പോലെ വണ്ടി കയറുന്നത്. ലൈക്ക് എനിക്കിത് ആദ്യം ഓടിച്ചപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഭയങ്കര ഒരു അഡ്രിനലിൻ റഷായിരുന്നു. ഒരു ഭ്രാന്തൻ ബൈക്കാണിത്. ബട്ട് ദർ ഈസ്, എന്താ പറയുക, ദർ ഈസ് സോ മച്ച് ക്യാരക്ടർ. so much character into this bike.
ആൻഡ് ഓൾസോ പുള്ളിക്കാരൻ നല്ല കിടിലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബോഡി വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ല. ബട്ട് ദ തിങ് ഈസ്, ഞാൻ 2 കൈ വിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബാലൻസ് ഇറ്റ് സെൽഫ്, നോ പ്രോബ്ലം വാട്ട്സ് എവർ. സോ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ട്രൂലി ഇൻ ലവ്. ആൻഡ് ഫൈനലി ഐ എം ഗെറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് പീപ്പിൾ ഈസ് മാഡ് അബൌട്ട് ദിസ് ബൈക്ക്. സോ ഐറോണിക്കലി കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ, ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഐ വെൻറ്റ് ഫോർ എ വിസിറ്റ്. ഒരു കസ്റ്റമറിൻ്റെ വീട്ടിൽ പോയി ഒരു കാർ ലോൺ സാക്ഷൻ്റെയും പിന്നെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ നമ്മളിങ്ങനെ എഴുതിയെടുക്കും പുള്ളിക്കാരൻ ഏതൊക്കെ വണ്ടി ഉണ്ട്, ഏതൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ ബ്രാഞ്ച് ഹെഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ചോദിച്ചു ഏതാ ബൈക്ക് ഉള്ളതെന്ന് ചോദിച്ചു. ലൈക്ക് ഹി ഹാഡ് എ ബൈക്ക്, ഹി സെഡ് ഹി ഹാസ് എ ബൈക്ക് ആൻഡ് ഹി വാസ് ലൈക്ക് ഓക്കെ ഒരു യമഹ ഉണ്ട് എന്ന് പറഞ്ഞു. ബട്ട് ഹി ഡിൻ സേ വിച്ച് മോഡൽ ഇറ്റ് വാസ്. ആൻഡ് ഐ ആസ്ക്ഡ് ലൈക്ക് ഓക്കെ വിച്ച് മോഡൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു 135. ദാറ്റ് വാസ് ഇറ്റ്. ലൈക്ക് ഐ വാസ് ലൈക്ക് വാവ്. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ റിയലി ഗുഡ് കൺവേഴ്സേഷൻ വിത്ത് ഹിം. സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ബൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് പക്ക ഒരു ക്ലാസ് വണ്ടിയാണ്. ആൻഡ് ഐ നൗ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മിസ്ഡ് because I didn't ride this bike for 29 years of my life. 29 years. എനിക്ക് ശരിക്കും ബൈക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഓട്ടോമോട്ടീവ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഓടിക്കുന്നത്. സോ നൗ ഐ അണ്ടർസ്റ്റാൻഡ്, നൗ ഐ എം ഗെറ്റിംഗ് വൈ. സോ മേ ബി ഫ്യൂച്ചറിൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടെ സേവ് ഒക്കെ ചെയ്തിട്ട് ഐ മൈറ്റ് ഗെറ്റ് ദിസ് ബൈക്ക്. ഓക്കെ, നിങ്ങൾ കുറേ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് ബിക്കോസ് സംതിങ് ഈസ് ലൂസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ബിഹൈൻഡ്. ഐ ഹാവ് ടു ആസ്ക് ഹിം വാട്ട്. സോ അങ്ങനെയാണ് RX 135. സച്ച് എ ലവ്ലി ബൈക്ക്. അതേ പോകുന്നു എൻ്റെ CB. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. ഐ വിൽ ബി ഹാപ്പി to answer your questions. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഇതിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന്. ഇത് ബന്നർഘട്ട നാഷണൽ പാർക്ക് റീജിയനാണ്. അപ്പോൾ ഇതിൽ കൂടെ ആനിമൽസും അതും ഇതൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞു സംടൈംസ് എലിഫൻറ്റ്, പക്ഷേ ഡീർസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. I haven't seen anything as of now. But this bike, such a beauty. Nothing. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. Absolutely love it. Oh good. കാറൊന്നും കുത്താതെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ചില്ലായിട്ട് പോകുന്നത്. വണ്ടി ഓഫായി.